കോൺഗ്രസിന് ഉറപ്പായും എന്താ പറയുക ഒരു 40% മുകളിൽ വോട്ട് സാധ്യത ഹരിയാനയിൽ നിലനിൽക്കുന്നു. മറ്റു പാർട്ടികളിലേക്ക്, അത് ഇൻക്ലൂഡിംഗ് BJP, ചിഹ്ന ഭിന്നമായി പോകുന്നു. ഇങ്ങനൊരു സാധ്യതയാണോ ഈ പറയുന്ന വോട്ടെണ്ണുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്? BJP വിരുദ്ധ വോട്ടുകൾ അത് തന്നെയായിരിക്കും ഇത്തവണ ഹരിയാനയിൽ വിധി നിർണ്ണയിക്കുക. BJP വിരുദ്ധ വോട്ടുകൾ. അപ്പോൾ BJP വിരുദ്ധ വോട്ടുകൾ എവിടേക്ക് പോകുന്നു? അപ്പോൾ ആര് ജയിക്കും എന്ന് നോക്കിയായിരിക്കും BJP വിരുദ്ധ വോട്ടുകളുടെ നീക്കം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. BJP അധികാരത്തിൽ നിന്ന് മാറണം എന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു ജനവിഭാഗം ഹരിയാനയിലുണ്ട് എന്നർത്ഥം. അപ്പോൾ BJP വിരുദ്ധ വോട്ടുകൾ സ്വാഭാവികമായും ജയിക്കാൻ സാധ്യതയുള്ള, സർക്കാർ രൂപീകരിക്കാൻ സാധ്യതയുള്ള പാർട്ടിയിലേക്ക് പോകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നോക്കൂ, JJPയുടെ ഒരു സാഹചര്യം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ JJPക്ക് കിട്ടിയതും ഒരുപക്ഷെ BJP വിരുദ്ധ വോട്ടുകളാകാം. പക്ഷേ BJPയുമായി സഖ്യമുണ്ടാക്കി BJP സർക്കാരിന്റെ ഭാഗമായി ചേരുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ JJPക്ക് വലിയ പിന്തുണ ലഭിക്കാൻ സാധ്യതയില്ല എന്ന് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത്. അതേസമയം INLDയിലേക്ക് BJP വിരുദ്ധ വോട്ടുകൾ പോകാം. പക്ഷേ അതൊക്കെ ഒരു ചെറിയ മേഖലകളിൽ മാത്രം. അപ്പോൾ BJP വിരുദ്ധ വോട്ടുകൾ ഇത്തവണ ഹരിയാനയിൽ സർക്കാർ രൂപീകരിക്കാൻ സാധ്യതയുള്ള പാർട്ടിയിലേക്ക് പോകൂ. അത് കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസിന് എല്ലാ മേഖലകളിൽ നിന്നും, അത് ജാട്ട് മാത്രമല്ല, ദളിത് മാത്രമല്ല, OBC മാത്രമല്ല, അപ്പർ ക്ലാസ് വിഭാഗങ്ങളിൽ നിന്നും അധികാരത്തിൽ നിന്ന് കോൺഗ്രസിന് അനുകൂലമാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഇപ്പോൾ കശ്മീരിലേക്ക് പോവുകയാണ്. അവിടെ ആദിൽ പാലോട്. ആദിലിപ്പോൾ ജമ്മു കാശ്മീരിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു BJP എന്നുള്ള വാർത്ത വരികയാണ്. അവിടെ 30-35 സീറ്റുകൾ നേടുമെന്ന് BJP ജമ്മു കാശ്മീർ അധ്യക്ഷൻ രവീന്ദർ റെയ്ന അവകാശപ്പെടുകയാണ്. എങ്ങനെയൊക്കെയാണ് പ്രതികരണങ്ങൾ വരുന്നത്? ഈ വോട്ടെടുപ്പ് വിധി വരുന്നതിന് അല്പസമയം മുമ്പ് 8 മണിയോടുകൂടി വോട്ടെണ്ണൽ തുടങ്ങാൻ പോകുന്നു. അതിനു മുമ്പുള്ള പ്രതീക്ഷയും പ്രതികരണങ്ങളുമാണല്ലോ വരുന്നത്. BJP വലിയ പ്രതീക്ഷയിലാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ദൃശ്യങ്ങളിൽ നമുക്ക് കാണുന്നത് വോട്ടെണ്ണൽ കേന്ദ്രമാണ്. ശ്രീനഗറിലുള്ള സർക്കാർ ഉടമസ്ഥതയിലുള്ള ഷെരി കശ്മീർ ഇന്റർനാഷണൽ കോൺഫറൻസ് സെന്ററിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. ഇവിടെ വലിയ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട്. ഇവിടെ അകത്തേക്ക് കടക്കുന്നതിനൊക്കെ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ തോതിൽ ആളുകളും പ്രവർത്തകരും ഒക്കെ എത്തിച്ചേരുന്നതിൻ്റെ ദൃശ്യങ്ങളും നമുക്ക് കാണാം. പ്രവർത്തകരൊക്കെ എത്തുന്നേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ പോലെ ആ നിലയിലുള്ളൊരു തിരക്കല്ല. ഇവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ തിരക്കാണ് ഉള്ളത്. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. BJP മത്സരിക്കുന്ന, പ്രത്യേകിച്ച് ജമ്മു മേഖലയിൽ കനത്ത വിജയത്തിലേക്ക് എത്തും, ശക്തമായ ഒരു വിജയം ഉണ്ടാകുമെന്നതാണ് BJP നേതാക്കൾ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം. പക്ഷേ അങ്ങനെയല്ല എന്ന് നാഷണൽ കോൺഫറൻസും കോൺഗ്രസും പറയുകയും ചെയ്യുന്നു. പ്രധാനമായും ഒരു തൂക്കുസഭയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന ചോദ്യം നമ്മൾ നേരത്തെ പറയുന്നത് പോലെ അതിങ്ങനെ സജീവമായി നിൽക്കുകയാണ്. ഇപ്പോഴും BJP ഒരു സുസ്ഥിരമായ ഭരണത്തിലേക്ക് മുഴുവൻ സീറ്റ് എന്നത് ഉദ്ദേശിക്കുന്നത് ഭൂരിപക്ഷത്തിന് അടുത്ത് വരെ എത്തി. ഇപ്പൊ 48 സീറ്റാണെങ്കിൽ 5 സീറ്റ്. കേന്ദ്രത്തിൽ നിന്നുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി ഒന്ന് പഠിക്കൂ. അല്പസമയത്തുള്ളിൽ ഞങ്ങൾ തിരിച്ചു വരാം.